നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് ഈ ഒരു റീഡിങ് ലവേഴ്സ് ആയിക്കോട്ടെ, മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും റെസിനേറ്റ് ആവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ്, 4 ഓഫ് സോർഡ്സ്, 8 ഓഫ് സോർഡ്സ്, 7 ഓഫ് പെന്റിക്കിൾസ്, the moon card, knight of cups, chariot, hanged man, ace of cups, ace of swords, queen of cups, 2 of swords, the tower card, 5 of cups. ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു മാനസികമായിട്ടുള്ള ഒരു മെന്റൽ പെയിനിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആണെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു ഭയങ്കരമായിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു സെപ്പറേഷനിലോട്ട് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ഒക്കെ വന്നിട്ടുള്ളതിന് കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു വഴക്ക്, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനിടയ്ക്കൊരു വലിയൊരു പ്രശ്നം, ഒരു നിങ്ങൾ വിചാരിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള പെട്ടെന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പുറത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതെന്നാണ് കാണുന്നത്. അവരിപ്പോൾ ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതായത് ഈ 4 ഓഫ് വാൺസ് കാണിക്കുന്നത്, അല്ല 4 ഓഫ് സോർട്സ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു മാനസികമായിട്ട് തകർന്നൊരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ്. അതുപോലെ 5 ഓഫ് കപ്സ് കാണിക്കുന്നത് ഇമോഷണലി വീക്കാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു 8 ഓഫ് സോഴ്സ് എനർജി കാണുന്നത്. അതായത് അവരിപ്പോൾ ഒരു ഒറ്റപ്പെട്ട് മാനസികമായിട്ട് വിഷമിക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ്. അവർക്ക് റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി നെക്സ്റ്റ് എടുക്കേണ്ടത് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. മാനസികമായിട്ടൊരു ടോട്ടലി തകർന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നത്തിലും നിൽക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കാം ഇത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നതിൽ അവർ വിഷമിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനാണ് അവർക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അത് കാരണം തന്നെ അവർ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ്, അവരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ നിങ്ങളുടെ പേഴ്സണ് പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻ, അങ്ങനെ നിങ്ങളുടെ പേഴ്സൻ്റെ
മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് അവരിപ്പോൾ പെയിൻഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എനിക്കിപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ തൽക്കാലത്തേക്ക് എനിക്ക് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളോട് ഒന്നും പറയാതെ പോയതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതുപോലെ ഒരു പാരൻസ് ആണ് തേർഡ് പാർട്ടി ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പാരൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കും. പക്ഷെ അത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് മാറി നിൽക്കുന്നതല്ല, അവരുടെ പെയിൻ കൊണ്ട് അവർ മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ അവർക്ക് അറിയുന്നില്ല എന്ത് ഡിസിഷനാണ് മുൻപോട്ട് എടുക്കേണ്ടേ എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല എന്നാണ് കാണുന്നത്. ഇവിടെ ഹാങ്ഡ് മാനും 2 ഓഫ് സോഴ്സും കാണിക്കുന്നത് അവർ സ്റ്റെക്കാണ്, മാനസികമായിട്ടൊരു സ്റ്റെക്ക് ഫീലിങ്ങിലാണ് അവർ നിൽക്കുന്നത്. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്ന് അവർക്ക് അറിയുന്നില്ല. ഈ റിലേഷൻഷിപ്പ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനസികമായിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ ഈ 2 കാർഡ്സാണ് വന്നിട്ടുള്ളത് നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന. അതായത് നിങ്ങൾ അവരെ അത്രയും സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് അവർക്കറിയാം. നിങ്ങളോട് അവർക്കൊരു റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും ഒരു പ്യുവറായിട്ട് നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണായിട്ട് നിങ്ങളെ അവരിപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് വന്നിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് അഭിമുഖീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടുന്ന് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇതുണ്ടോ, പേഴ്സൺ ഒരു നഷ്ടബോധത്തിൽ നിൽക്കുന്ന അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു പെയിൻ വന്നപ്പോൾ അവർ ഇത്രയും വീക്കാണ്. ഇവിടെ ഈ മൂൺ കാർഡ് കാണിക്കുന്നത് ഇമോഷണലി ഇങ്ങനെ തകർന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണ്. ചിലർ കരയുന്നുണ്ടാവില്ല, പക്ഷെ മനസ്സുകൊണ്ട് അവർ ഒരുപാട് കരയുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ അത്രയും പെയിൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അവർ ആ ഒരു കാരണം കൊണ്ട് ഇപ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുവാണ്. നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലോട്ട് അവർ പോയിട്ടുണ്ട്. എങ്കിലും അവിടെ ഈ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഒരു മൂവ്മെൻറ്റ്. ദ ചാരിറ്റി കാണുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്. അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് സ്നേഹത്തോടു കൂടി തന്നെ തിരിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷൻസ് ഇംബാലൻസ്ഡ് ആയിട്ട് അവർ വിഷമിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു വിഷമം മാറിയതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ മനസ്സൊന്ന് കൂളായതിനു ശേഷം അവർ ഈ ഒരു എനർജിയിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് നൈറ്റ് ഓഫ് കപ്സും അതുപോലെ ദ ചാരിയറ്റും ആണ് വന്നിട്ടുള്ളത്. ഇതൊരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ്. ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഈ കുതിര ചലിക്കുന്ന ഒരു കുതിരയാണ്, അത് മുന്നോട്ട് വരികയാണ്. ഈ ഒരു കപ്സ് എനർജി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കപ്പാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ അവരുടെ മനസ്സിലുള്ള ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിലുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? ഈ റിലേഷൻഷിപ്പിൽ അവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിൽ അവർ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ഇത് കണ്ടോ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അത് എൻ്റെ ആക്കുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. അവർ ആത്മാർത്ഥമായിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ക്ലിയർ ആയതിനു ശേഷം നിങ്ങളിലേക്ക് തിരിച്ചു വരിക, അതിനുശേഷം ഈ റിലേഷൻഷിപ്പുമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ എൻ്റെ ആക്കി അവർ വരാൻ വല്ല ചാൻസ് ഉണ്ടോ, അതോ ഇതോടുകൂടി ഈ റിലേഷൻഷിപ്പ് ഇവിടെ സ്റ്റോപ്പ് ആവോ എന്നുള്ളതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല. ഇതിൽ ഒരു മുന്നോട്ടൊരു സ്റ്റെപ്പ് അവർ വെക്കും, അല്ലെങ്കിൽ മുന്നോട്ട് അവർ വരും. ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെയാണ് അവരുടെ ഇൻറ്റൻഷൻ. അവർക്ക് ഈ ഒരു പ്രശ്നം മറികടക്കാനുള്ള ഒരു സമയം അവർക്ക് വേണം. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ആവാനുള്ള ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ബെസ്റ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ഒരു വഴക്കിന് പുറത്ത് അവർ പോയതാണെങ്കിൽ അവരുടെ ബെസ്റ്റ് സെൽഫ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇതുവരെ നിങ്ങളോട് ചിലപ്പോൾ ഒരു വഴക്കാളിയൊക്കെ ആയിട്ടായിരിക്കും നിന്നിട്ടുണ്ടാവുക. പക്ഷെ ഇനി അങ്ങനെയല്ല, നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ നിൽക്കണം, ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഹീലിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ
അത് അവർക്കൊരു ഹീലിംഗ് ആണ്. അവരുടെ മനസ്സിലെ പല മുറിവുകളും കരിക്കാനുള്ള ഒരു ഹീലിംഗ് ആണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. വെയിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അവരുടെ ഈ ഒരു മാനസികമായിട്ടുള്ള സ്ട്രെസ്, ബുദ്ധിമുട്ട് ഒക്കെ ഒന്ന് ക്ലിയർ ആവുന്ന ഒരു ടൈം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അവർ നിങ്ങളിലേക്ക് വരും. അവർ ലവ് ഈസ് റിയൽ എന്നാണ് പറയുന്നത്. അവർ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് റിയൽ ആണ്. അതായത് അതൊരു ആത്മാർത്ഥമാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഇവിടെ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവർ ലവ് ഈസ് റിയൽ എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ആത്മാർത്ഥതയുണ്ട്. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ ക്ലിയർ ആവുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് വരും. അതല്ലാതെ ഈ റിലേഷൻഷിപ്പ് എൻഡ് ആക്കി പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോകുന്ന ഒരു പേഴ്സൺ അല്ല നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അവരുടെ ഇൻസ്പിറേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും അവർക്ക് പഠിക്കാനുണ്ട്. നിങ്ങളുടെ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹോപ്പ്ഫുൾ എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഇനിയും പ്രതീക്ഷയുണ്ട്. നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പ് അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ്. നിങ്ങളുടെ പേഴ്സണ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് മാറി നിന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയും എന്ന് കാണിക്കുന്നുണ്ട്. റിക്കവറി എന്ന് പറയുന്നുണ്ട്. അവര് പല കാര്യങ്ങളും ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിൽ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്, എന്തായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് അവരിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അത് റിക്കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ലിസ്റ്റൻ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ പറയുന്നുണ്ടായിരിക്കാം ഈ പേഴ്സൺ തിരിച്ചു വരും, അവരെവിടെയും പോവില്ല എന്നുള്ളൊരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ അതാണ് ഏഞ്ചൽസും നിങ്ങളോട് പറയുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. പൂരാടം, letter E, letter D, letter J, letter P, letter Y, letter O, letter M, letter S, letter V, പുണർദം, ഫെബ്രുവരി, പൂരുട്ടാതി, 1999, 1995, 1985, 1992, ഭരണി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.